എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ ഒന്ന് മാറ്റിമറിച്ചാലോ? അല്ലേ? നമ്മുടെ വീടുകൾ എങ്ങനെ കുറച്ചുകൂടി സ്നേഹവും സന്തോഷവുമൊക്കെയുള്ള ഒരിടമാക്കി മാറ്റാം? അതിനുള്ള ചില വഴികളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കീയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങാം. കുടുംബം എന്നു പറഞ്ഞാൽ വെറുതെ കുറച്ചു പേർ ഒരുമിച്ചു കൂടുന്നതല്ല. അത് നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാനുള്ളൊരു സാധനാ മണ്ഡലമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മുടെ സ്വന്തം വീട് നമ്മളെ ഓരോ ദിവസവും കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കുന്നൊരു പുണ്യസ്ഥലം. ആചാര്യശ്രീ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. അദ്ദേഹം പറയുന്നത് നമ്മുടെ കുടുംബം ഒരു പരീക്ഷണശാല പോലെയാണെന്നാണ്. എന്തിന്റെയെന്നല്ലേ? സഹകരണം, ക്ഷമ, അച്ചടക്കം. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഈ പാഠങ്ങളൊക്കെ നമ്മൾ ആദ്യമായി പഠിക്കുന്നതും പരിശീലിക്കുന്നതും നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പോ കുടുംബം എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതെങ്ങനെ മികച്ചതാക്കാം എന്നതിലേക്ക് വരാം. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന 5 പ്രധാന തത്വങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഇതാണ് ആ 5 കാര്യങ്ങൾ. ഇതിനെ നമുക്കൊരു പഞ്ചശീലം എന്ന് തന്നെ വിളിക്കാം. 1 അധ്വാനശീലം, പിന്നെ മിതവ്യയം, 3 മാന്യത, 4 സുസംവിധാനം, അതായത് എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടാവുക, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സഹകരണം. ശരി, അപ്പോ ഇവ ഓരോന്നും നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് കൂടുതൽ കരുത്തുള്ളതാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് അധ്വാനശീലം. വീട്ടിലെ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുകയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം ഒന്നായിട്ട് വളരെയാണ്. ആ ഒത്തൊരുമയാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തെ കാര്യം മിതവ്യയം. അതായത് നമ്മുടെ കയ്യിലുള്ളതെന്താണോ അത് ബുദ്ധിപരമായി ഉപയോഗിക്കുക. വെറുതെ പണം പാഴാക്കാതെ ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുമ്പോൾ ആ കുടുംബത്തിന് നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകും. മൂന്നാമത്തെ പോയിന്റ് മാന്യതയാണ്. പരസ്പരം ബഹുമാനിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും പെരുമാറുന്ന ഒരു വീടിനെക്കുറിച്ച് ഓർത്തുനോക്കൂ. അതുതന്നെ ആ വീട്ടിൽ നല്ല പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും, അല്ലേ? നാലാമത്തേത് സുസംവിധാനം. ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത വീട് എപ്പോഴും ഒരു അസ്വസ്ഥതയാണ്. എന്നാൽ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് തന്നെ വീട്ടിൽ സമാധാനം കൊണ്ടുവരും. അവസാനം 5ാമത്തെ തത്വം സഹകരണം. ഒരു ലക്ഷ്യത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ പിരിയാതെ ഒരുമിച്ച് നിർത്തുന്ന പശയാണ് ഈ സഹകരണ മനോഭാവം. അപ്പോ ഈ 5 തത്വങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഇതൊക്കെ വെറുതെ അങ്ങ് പാലിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇത് പ്രയോഗിക്കുമ്പോൾ വിവേകത്തോടെയുള്ള ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് പലപ്പോഴും ആശയക്കുഴപ്പം വരുന്നത്. സ്നേഹമാണോ വലുത്, അതോ അച്ചടക്കമാണോ? ഈ 2 ശക്തികളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? ഒന്ന് നമ്മളെ ചേർത്തു പിടിക്കുമ്പോൾ മറ്റത് നമ്മളെ നേർവഴിക്ക് നടത്തുന്നു. ഇതിന്റെ രഹസ്യം എന്തായിരിക്കും? ഇതിനൊരു കിടിലൻ പരിഹാരമുണ്ട്. ഈ ഒരു വാചകം കേട്ടുനോക്കൂ. ഒരു വീടിനെ ചിട്ടയോടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു കണ്ണ് സ്നേഹത്തിലായിരിക്കണം, അതേസമയം മറ്റേ കണ്ണ് തിരുത്തല്ലും വേണം. ഇതിൽ നിന്നൊരു കാര്യം ശരിക്കും വ്യക്തമാണല്ലേ? സ്നേഹവും അച്ചടക്കവും രണ്ടല്ല, രണ്ടും ഒരുമിച്ചു പോകേണ്ട 2 കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടീം പോലെ. ശരി, നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന ഓരോ കാര്യവും അത് നമ്മുടെ അടുത്ത തലമുറയെ എങ്ങനെയാണ് ബാധിക്കുക? അതായത് നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ വീട്ടിലെ മുതിർന്നവരെ നോക്കുന്നത് ഒരു ഭാരമായിട്ടല്ല, നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായി കാണണം. കാരണം ഇന്ന് നമ്മൾ എന്തു വിതയ്ക്കുന്നോ അതുതന്നെയാണ് നാളെ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടാൻ പോകുന്നത്. നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന മൂല്യങ്ങളാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്ത്. അപ്പോ ഈയൊരു ചോദ്യം നമ്മളെല്ലാവരും സ്വയം ചോദിക്കണം. നമ്മുടെ കുട്ടികളുടെ ഭാവിക്കു വേണ്ടി എങ്ങനെയുള്ള സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും വിത്തുകളാണ് നമ്മളിന്ന് പാകുന്നത്? കുടുംബം എന്ന ചെറിയ ലോകത്തെ സമൂഹമെന്ന വലിയ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈയൊരു ചിന്തയോടെ നമുക്ക് നിർത്താം. സംസ്കാരമുള്ള ഒരു കുടുംബമാണ് നല്ല ഒരു സമൂഹത്തിലേക്കും അതുവഴി നല്ലൊരു രാഷ്ട്രത്തിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ വീടിനെയും സ്നേഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കാം. നന്ദി.